അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റിപ്പയറിംഗ് വീഡിയോ ആണ്. നമ്മൾ പോർട്ടബിൾ മൈക്ക്, അതേപോലെ നല്ല വാട്ട്സുള്ള മൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രോളി ആയിട്ടുള്ളത് നമ്മൾ കൊണ്ടുനടക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ മോഡൽ പോർട്ടബിൾ മൈക്കാണിത്. ഇപ്പോൾ മിക്സ് എന്നുള്ള കമ്പനീൻ്റെ മൈക്ക് സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ബോർഡും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ ഓഡിയോ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതേപോലെ നല്ല ഈക്വലൈസറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു മോഡലാണിത്. നമ്മൾ ഏകദേശം ഒരു 5 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ നല്ലൊരു വർക്കിംഗ് ഉള്ളൊരു സിസ്റ്റം തന്നെയാണിത്. അപ്പോൾ ഇപ്പോഴാണ് ഇതിൻ്റെ IC ഒന്ന് ഷോർട്ടായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഓഡിയോ ഔട്ട്പുട്ട് IC ആണ് പോയിട്ടുള്ളത്. അപ്പോൾ പവർ ആംപ്ലിഫയർ ആയിട്ടുള്ള IC ആണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ മാറ്റാൻ വേണ്ടി നമ്മൾ സോൾഡറിങ് ഉപയോഗിച്ചിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ലെഡ് ഫുള്ള് കോട്ട് ചെയ്തിട്ട് കാലൊക്കെ ഷോർട്ട് ചെയ്തിട്ടാണ് നമ്മളത് ഊരി മാറ്റിയത്. അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ IC വരുന്നത്. അപ്പോൾ നമ്മുടെ TPA 3118 അതാണ് നമ്മുടെ ഇതിൻ്റെ IC വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു SMD ക്ലാസ് D ആംപ്ലിഫയറിൽ ഏറ്റവും നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു വർക്കിംഗ് കിട്ടുന്ന ഒരു മോഡലാണിത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വാട്ട്സ് എന്ന് പറയുന്നത് 60 വാട്ട്സാണ് വരുന്നത്. നമ്മളിതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഫുൾ വാട്ട്സ് വന്നിട്ടുള്ളത് 100 വാട്ട്സാണ്. അതെങ്ങനെ വരുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്നാലും നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 60 വാട്ട്സ് തന്നെ ആയിരിക്കും ഓഡിയോ ഔട്ട്പുട്ട് വരിക. അപ്പോൾ ബോർഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മുടെ മൊത്തത്തിൽ ഇപ്പോൾ ചാർജിങ് സെക്ഷൻ അടക്കമായിരിക്കും 100 വാട്ട്സ് വരുന്നത്. അപ്പോൾ 100 വാട്ട്സ് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ലോഡ് ചെയ്ത് നോക്കുമ്പോൾ 100 വാട്ട്സ് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ IC ഊരി നല്ല ക്ലീൻ ചെയ്ത ശേഷം നമ്മളിവിടെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിക്വിഡ് ഫ്ലെക്സ് പോലെയുള്ള ഫ്ലെക്സ് ഉപയോഗിക്കുക, എന്നാലാണ് നമുക്കവിടെ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഫ്ലെക്സൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ നല്ല ലിക്വിഡായിട്ടുള്ള ഫ്ലെക്സ് ഉപയോഗിച്ചിട്ട് നമ്മളത് അഴിച്ചെടുക്കാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ സോൾഡറിങ് ആണ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാല് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക അതിൽ കറക്റ്റ് അതിൽ സെറ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കിയുള്ള കാലുകളൊക്കെ സോൾഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു കാല് മാത്രമായിട്ട് ഇവിടെ നമ്മൾ സോൾഡർ ചെയ്യാണ്. സിംഗിൾ കാല് മാത്രം അല്പം ഫ്ലെക്സൊക്കെ തേച്ച ശേഷം അല്പം ലെഡ് ഉപയോഗിച്ച് മാത്രം സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളത് ചെറുതായിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ലെഗും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് ലെൻസൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ മൊബൈലൊക്കെ സൂം ചെയ്തിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബാക്കിയുള്ള കാലുകളൊക്കെ റെഡിയാണെന്ന്. അങ്ങനെ കറക്റ്റ് ഷോർട്ടാകാത്ത രീതിയിൽ തന്നെ വേണം നമ്മളത് സോൾഡർ എടുക്കാൻ. സോൾഡറിങ് ചെയ്യുമ്പോൾ നമ്മൾ ICൻ്റെ ബ്ലാക്ക് വരുന്ന സെക്ഷനിലേക്ക് ലെഡ് തട്ടരുത്. അപ്പോൾ കാലുകൾ തമ്മിൽ ഷോർട്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് റിമൂവ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ IC ഊരി എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മളത് കറക്റ്റായിട്ട് തന്നെ അല്പമായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ സോൾഡർ ചെയ്തിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങേയറ്റത്ത് ഇങ്ങനത്തെ 2 കാലുകൾ തമ്മിൽ സോൾഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലിക്വിഡ് ഫ്ലെക്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നോർമൽ ലെഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് സോൾഡർ ചെയ്യുന്നത്. അല്പം ലെഡ് ഉപയോഗിച്ച ശേഷം നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് IC സോൾഡറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ 15 ഇഞ്ചിൻ്റെ സ്പീക്കറാണ് വരുന്നുള്ളത്. അപ്പോൾ നല്ലൊരു വർക്കിംഗ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്ലേ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.